ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് കാണിക്കുന്നത് ജിമ്മിന് പോണതുള്ള ഒരു റുട്ടീനാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ ഏർലി മോർണിംഗ് 5:15 ഇപ്പോൾ ബ്രഷിങ്ങും ഫേസ് വാഷൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സൊക്കെ മാറി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 4ാമത്തെ ദിവസമായിട്ടുള്ളൂ. പിന്നെ ഞാനും ബ്രദറും കൂടിയിട്ട് കേട്ടോ പോണത്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ജിം സെൻറ്റർ. അപ്പോൾ എന്തായാലും പോയിട്ട് ഇപ്പോൾ നമ്മൾ 6 മണി അല്ലെങ്കിൽ 5:45 അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണിക്കൊക്കെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. മാക്സിമം അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാൻ, ചിലപ്പോൾ എടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഏർലി മോർണിംഗിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ചിലപ്പോൾ എടുക്കാം, കൂടുതൽ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ ബൂസ്റ്റാണ് കുടിക്കുന്നത്. ബൂസ്റ്റ് കുടിച്ച് നമ്മളിതാ മീനിലൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ജിമ്മിൽ പോയി വന്നതിന് ശേഷം നല്ലൊരു എനർജിയൊക്കെ ആയിരിക്കും കേട്ടോ. മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയതുപോലെ ഉണ്ടാവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ഉറക്കം വരലും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എവിടേക്കോ ഒരു വേദനയൊക്കെ തോന്നല് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീനുകൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ്. പിന്നെ നമുക്ക് ഫുഡ് അടിക്കണ്ടേ. അപ്പോൾ റാഗിൻ്റെ കുറുക്കാണ് കേട്ടോ. അപ്പോൾ റാഗിയും ശർക്കരയും തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോവാം. അതിനായിട്ട് നമുക്ക് കടലമാവ്, കാപ്പിപ്പൊടി, പിന്നെ ഒരു ഹാഫ് ലെമൺ ഫുള്ളായിട്ട് ഒഴിക്കണം. പിന്നെ 1.5 ടീസ്പൂൺ പാലോ അല്ലെങ്കിൽ തൈരോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പാലാട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെക്കാം. അത് ഡ്രൈ ആവണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നനച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ ജിമ്മിന് പോയി വന്നതിന് ശേഷം മേലൊക്കെ കഴുകാനും ചെയ്യണം. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് തല നനയ്ക്കുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് വെച്ചാൽ കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ മുടി ഉണക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബോഡിയിലൊക്കെ ലോഷനൊക്കെ തേച്ചു. ലാവൻഡറിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ ലോഷൻ കേട്ടോ, നല്ലതാണ്. പിന്നെ ഞാൻ ഫേസിൽ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡേംഡോക്കിൻ്റെ ആണ് സിറം. അപ്പോൾ അതും പിന്നെ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ജിമ്മിന് പോണ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യണത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഡ്രസ്സിങ് എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കാം. പിന്നെ അത് സ്കിൻ കെയറൊക്കെ ശേഷം പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് ചോറും മീൻ വറുത്തത്, മീൻകറി, പിന്നെ വെണ്ടയ്ക്ക പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിക്കാണ്. കാരണം എനിക്ക് ഫുഡിൻ്റെ ചാർട്ടൊന്നും ഇപ്പോൾ തരാത്തതുകൊണ്ട് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. അത് കുറച്ച് ക്വാണ്ടിറ്റി കുറവായ രീതിയിലാണ് കേട്ടോ ഞാൻ അപ്പോൾ കഴിക്കുന്നത്. അത് അവർ പറയണ വരെ നമുക്ക് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെണ്ടയ്ക്ക പച്ചടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ മുകളിൽ കുറച്ച് കറ്റാർവാഴ ഉണ്ട്. അപ്പോൾ കറ്റാർവാഴ വിൽക്കാനായിട്ട് മുകളിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കുറേ നേരം ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, ഒരു മഴയൊക്കെ ഇങ്ങനെ പെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടെയൊക്കെ നമുക്ക് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം നടന്നു. രാവിലെ മാത്രം വർക്കൗട്ട് ചെയ്യണ്ടല്ലോ, കുറച്ച് നേരമൊക്കെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നു. പിന്നെ പൂച്ചകളുടെ കൂടെ വീണ്ടും കുറച്ച് നേരം കളിച്ച് പിന്നെ അവർ അടി കൂട്ടണമൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി തിരുന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കുകയാണ്. മുട്ടൻ്റെ വെള്ളം, അലോവേര ജെല്ല്, പിന്നെ നമ്മുടെ പാല്, പിന്നെ കോക്കനട്ട് ഓയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹെയർ പാക്ക് ഇട്ടിട്ട് നമ്മൾ തലയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. വേറെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കട്ടെ, ജിമ്മിന് പോയിട്ടുള്ളതും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.